ജോൺ ബ്രിട്ടാസ് നമ്മളിപ്പോ ഇടയ്ക്ക് ചർച്ചയ്ക്ക് വിളിക്കുന്ന ഗസ്റ്റാണ്. അപ്പൊ ഗസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പുള്ളി പറയുന്നതിൽ പുള്ളിക്ക് നല്ല ക്ലാരിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ചർച്ചകളിൽ വരുന്ന വിഷയങ്ങളിൽ പുള്ളി പറയുന്നതിൽ മനോഹരമായ ക്ലാരിറ്റിയാണ്. പുള്ളി ആള് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പുള്ളി ചർച്ചയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ 10 പേര് കൂടുതൽ കാണും. ഇപ്പൊ റേറ്റിംഗ് ബേസ്ഡ് ആണെങ്കിൽ 10 പേര് കൂടുതൽ കാണും. കാര്യം അത് ഇപ്പൊ ആ വിഷയത്തിൽ വളരെ വലിയ ക്ഷുഭിതനാവാതെ തല്ലുണ്ടാക്കാതെ വളരെ മനോഹരം അടുക്കടുക്ക് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഞാൻ സാറിന്റെ കൂടെ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് ബജറ്റിനാണ്, നമ്മുടെ കേന്ദ്ര ബജറ്റാണ്. മനോഹരമായി പറയും, അടുക്കി പറയും, ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സങ്കീർണമാക്കാതെ ആ ഒരു ശൈലി എടുക്കാവുന്ന. അടുത്ത ആള് നികേഷ് കുമാർ നമ്മളോട് വർക്ക് ചെയ്തിട്ടില്ല. ഒട്ടുമിക്ക എന്റെ സഹപ്രവർത്തകരൊക്കെ നികേഷ് കുമാറിനോട് ഒരു സമയത്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നികേഷ് കുമാർ പേര് പറയുന്നത്. അല്ല, അവരൊക്കെ നികേഷ് സാർ പറയുന്നത്. പുള്ളി ചർച്ചയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് പുള്ളി പുള്ളി ഒരു റിപ്പോർട്ടിനെ പോലെ പുള്ളി ഇൻക്വിസിറ്റീവ് ആയിട്ട് അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് ഇങ്ങനെ ചുരണ്ടെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതൊരു മാധ്യമപ്രവർത്തകന്റെ റിപ്പോർട്ടറുടെ കഴിവാണത്. ഇപ്പം ഒരു ഡിബേറ്ററിന് ആ കഴിവുണ്ടാവണമെന്നില്ല എപ്പോഴും. അപ്പൊ എനിക്കൊന്നും അങ്ങനെ ഒരു വിഷയത്തിന് അകത്തോട്ട് പോയി പിക്ക് ചെയ്യുക എന്ന് പറയുന്നത് അതെന്താണ് വാർത്തയെക്കുറിച്ചുള്ള അത്ര നല്ല അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അത് സാറിന് പിക്കാൻ പറ്റും, നികേഷ് കുമാറിന് പിക്കാൻ പറ്റിയ സാധനമാണ്. ശ്രീ ചേച്ചി എന്ന് പറഞ്ഞാല് കാരോട്ട ക്യാമ്പസിന്റെ 1 വർഷം സീനിയറായിരുന്നു. അന്ന് മുതലേ ചേച്ചിയാണ്. അപ്പൊ എന്നെ റാഗ് ചെയ്തൊക്കെ എന്താണ് ഇപ്പൊ ചിരിച്ച മുഖത്തോടുകൂടി എന്തും പറയും. ചിരിച്ച മുഖത്തോടുകൂടി പ്ലസന്റ് ആയിട്ട് ഇരുന്നിട്ടേ മാതൃഭൂമിയിൽ ഞങ്ങൾ ഒരുമിച്ച് 8 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടാണ്. അപ്പൊ കോവിഡ് സമയത്ത് ഒരു പ്രോഗ്രാം 2.5 to 3 ആണെന്ന് എന്റെ ഓർമ്മ. അത് ഭയങ്കര മനോഹരമായി. ആ കോവിഡ് സമയത്ത് വല്ലാത്തൊരു സമയമാണല്ലോ, ഒരു സങ്കടത്തിന്റെ സമയമാണ്. ആ സമയത്ത് കാര്യങ്ങൾ വളരെ സരസമായിട്ട് കൈകാര്യം ചെയ്യുന്ന ചിരിച്ച ഒരു ആങ്കറാണ് എപ്പോഴും. അത് നമുക്ക് പലപ്പോഴും പറ്റാറില്ല, എനിക്ക് പലപ്പോഴും പറ്റാറില്ല. കാര്യം നമ്മൾ ഈ വാർത്ത കയറിയിരിക്കുമ്പോഴത്തേക്ക് വാർത്തയുടെ ഗൗരവം ഉൾക്കൊള്ളും. ദേഷ്യം വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ദേഷ്യം പുറത്ത് കാണിക്കും, ദേഷ്യമൊക്കെ പുറത്തും കാണിക്കും. ശ്രീ ചേച്ചിക്ക് ദേഷ്യം വന്നാലും ഒരു ചിരി എപ്പോഴും മുഖത്തുണ്ടാവും. അതൊരു നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട്. അടുത്ത ആള് ലക്ഷ്മി പത്മ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു ചർച്ചയിലാണ് ഞാൻ ആദ്യം നമ്മൾ ട്രിവാൻഡ്രത്തുണ്ടായിരുന്ന സമയത്ത് അവിടെ സ്റ്റാച്യൂവിൽ ഒരു ബുക്ക് സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാച്യൂവിൽ ബുക്ക് സ്റ്റാൻഡിൽ ബുക്ക് നമ്മൾ മാഗസിൻ മേടിക്കാൻ പോകുമ്പോൾ അവിടെ കാണും. ആയിക്കൊള്ളാലോ, നോക്കിയിട്ടുണ്ട്. അതല്ല, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാൽ കോമൺ ഫ്രണ്ട്സ് ഒരുപാട്, ശ്രീചേച്ചി അടക്കം കോമൺ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്. ഞാൻ ആദ്യം കാണുന്നത് സംസാരിക്കുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ രാഹുൽ ഈശ്വറിന്റെ അത് കാണാൻ ആഗ്രഹമുള്ളവർ ബിഹനൂർ സിങ്കിലുണ്ട്, കണ്ടോളൂ. എന്ന് പറഞ്ഞാൽ ലക്ഷ്മി, ഞാൻ ആ ചർച്ച ചെയ്യുന്ന ലക്ഷ്മിക്ക് തുറന്നു പറയാൻ ഒരു മടിയില്ല. എന്തിനെ കുറിച്ചും തുറന്നു പറയും, തുറന്നു പറയും. സ്വന്തം അഭിപ്രായം ഉണ്ടല്ലോ, അത് ഒരു പരിമിതി ഇല്ലാതെ അത് ഷാർപ്പായി പറയും. അത് ക്വാളിറ്റിയാണ്. ആരാന്നൊന്നും പറയണ്ട, അങ്ങനെ ബ്രേക്ക് വിളിക്കേണ്ടി വന്ന ഒരു ചർച്ചയുണ്ടോ? ബ്രേക്ക് ഒന്നല്ല, നമ്മുടെ